ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ വരുന്ന ഒരു അടിപൊളി ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മീറ്റർ റയോണിൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ടോപ്പ് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ്. 17 ഇഞ്ചാണ് ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് താഴ് ഭാഗത്ത് സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പീസ് തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് താഴ് ഭാഗം വരെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് താഴ് ഭാഗം വരെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈ ഒരു പീസ് തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഈ കറക്റ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ തുണി നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു പിൻ ഉപയോഗിച്ചൊന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ അളവുകളൊക്കെ മാർക്ക് ചെയ്യുന്നത് ഈ മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് 1.5 ഇഞ്ചാണ് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 1.5 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അളവ് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ കൈക്കുഴി വരച്ചെടുക്കണം. ഇനി ഈ ടോപ്പ് പാർട്ടിൻ്റെ താഴ് ഭാഗത്തെ വീതി എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റും ടോപ്പ് പാർട്ടിൻ്റെ താഴ് ഭാഗത്തെ വീതി മാർക്ക് ചെയ്ത പോയിൻറ്റും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് ഈ താഴ് ഭാഗത്ത് നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു തുണി മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റോങ് സൈഡിൽ ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു തുണിയുടെ ഭാഗം 2 സൈഡിലേക്കും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ടുള്ള തുണിയുടെ പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കണം. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ഡെപ്ത്ത് 2.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത് 5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ശേഷം ബാക്ക് പാർട്ടിനെ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് പാർട്ടിൻ്റെയും നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പാർട്ടിൽ ഈ ക്രോസ് പീസിനെ ഇതുപോലെ റോങ് സൈഡിലേക്ക് ഒന്ന് മടക്കി ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ബാക്ക് പാർട്ടിൽ ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട, ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് രണ്ടിൻ്റെയും ഷോൾഡർ ഇതുപോലെ കറക്റ്റാക്കി പിടിച്ച് ബാക്ക് പാർട്ടിൽ വെച്ചിരുന്ന ഈ ഒരു ക്രോസ് പീസ് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു സ്റ്റിച്ചിങ് വിട്ടു പോരില്ല. ഇനി ബാക്ക് പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു ക്രോസ് പീസിനെ ബാക്ക് പാർട്ടിൻ്റെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ട് നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പ് പാർട്ടുമായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെക്കാം. ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഒരു ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ഒരു ഭാഗം കറക്റ്റാക്കി വെക്കണം. സ്ലീവിൻ്റെ നല്ല വശവും ഈ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശവുമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് രണ്ട് സൈഡിലേക്കും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടോപ്പിൻ്റെ രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ലീവിൻ്റെ തായ്ഭാഗം മുതൽ ഈ ടോപ്പ് പാർട്ടിൻ്റെ തായ്ഭാഗം വരെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് ഇട്ടിരുന്നത്. ആ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ടോപ്പ് പാർട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ടോപ്പ് പാർട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 32 ഇഞ്ചാണ്. 31 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 32 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 48 ഇഞ്ച് ലെങ്ത്തുള്ള ടോപ്പാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് ടോപ്പ് പാർട്ടിന് വേണ്ടിയിട്ട് 17 ഇഞ്ച് മൈനസ് ചെയ്ത് ബാക്കി 31 ഇഞ്ചാണ് വരുന്നത്. ആ 31 ഇഞ്ചാണ് ഇവിടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 43 ഇഞ്ചാണ്. ഇതേ അളവിലുള്ള 2 പീസ് തുണി വേണം. ഇനി ഈ രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ഒറ്റ പീസായിട്ടാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡും ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് 15 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം മുതൽ ബാക്കി വരുന്ന ഭാഗമാണ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ചിൽ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്കാക്കിയിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു തുണിയുടെ ഭാഗം 2 സൈഡിലേക്കും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം വരെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഓപ്പണായിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ ഈ സ്റ്റിച്ചിങ് വരുന്ന ഭാഗവും ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല വശമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ബട്ടൺസ് തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും